സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്, അഡ്വർബ് ഇതിൻ്റെ ഉപയോഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് അഡ്വർബ്? വിശദമായി തന്നെ നമുക്ക് പഠിക്കാം. വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നാമവിശേഷണം, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഗുഡ് ബോയ്, നല്ല ആൺകുട്ടി, നല്ല കുട്ടി എന്നൊക്കെ പറയാറില്ലേ, ഗുഡ് ബോയ്. ഇവിടെ ഗുഡ്, നല്ലത്, അത് അഡ്ജക്റ്റീവാണ്. ബോയ്, ആൺകുട്ടി, നൗണാണ്. നൗൺ എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു നാമം, നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക്, അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാവുന്നുണ്ടോ? ഇനി എനിക്ക് പറയണം, മോശം കുട്ടിയാണ്, നീ ഒരു മോശം ആൺകുട്ടിയാണ്. അവിടെ ബാഡ് ബോയ് എന്നാണ് വരിക. അഡ്ജക്റ്റീവ് എന്തായി മാറും? ബാഡ് എന്നുള്ളതായി മാറും. നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക്, അതിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് ചെറിയ ചില സെൻറ്റൻസുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അതിലെ നൗൺ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടുപിടിക്കുക. നിങ്ങളങ്ങനെ സ്വയം കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്കത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലോകത്തുള്ള ഏത് ലാംഗ്വേജ് ആയാലും കാണാതെ പഠിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കുക, സംസാരിച്ചു പഠിക്കുക, അതാണ് അതിനുള്ള ഏക പോംവഴി, ഏക സൊല്യൂഷൻ. നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് ഈ മലയാളം സെൻറ്റൻസുകൾ അതിലേക്ക് എഴുതിയെടുക്കുക. അതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിനുശേഷം ഞാനിവിടെ തരുന്ന ഓരോ മലയാളം സെൻറ്റൻസും അതിൻ്റെ ഇംഗ്ലീഷ് എന്താണോ അതവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിവിടെ അത് ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അതിനുശേഷം മാത്രം. വലിയ വീട്, ചെറിയ പുസ്തകം, മനോഹരമായ സ്ഥലം, മിടുക്കനായ വിദ്യാർത്ഥി, സ്വാദിഷ്ടമായ ഭക്ഷണം, രുചികരമായ ഭക്ഷണം. നമ്മളിപ്പോൾ അഡ്ജക്റ്റീവ് പഠിച്ചു. അടുത്ത് നമ്മൾ പഠിക്കുന്നത് അഡ്വർബ്. അഡ്ജക്റ്റീവ് പഠിച്ചതുപോലെ തന്നെ വളരെ സിമ്പിളാണ് അഡ്വർബും. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഡ്ജക്റ്റീവ് നമ്മൾ പഠിച്ചത് നാമവിശേഷണം എന്നാണ്. അഡ്വർബ് ക്രിയാവിശേഷണം. എന്താണ് ക്രിയാവിശേഷണം? വെർബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെർബിൻ്റെ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം, ING ഫോം, എസ് ഫോം. ഇങ്ങനെ ഇംഗ്ലീഷിൽ വെർബിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുക, ക്രിയാവിശേഷണം, ഒരു ക്രിയയെ വിശേഷിപ്പിക്കുക, ഇതിനെയാണ് അഡ്വർബ് എന്ന് പറയുന്നത്. വേഗത്തിൽ ഓടുക, റൺ ഫാസ്റ്റ്. ഓടുക എന്ന പ്രവൃത്തിയെ വേഗത്തിൽ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇനി പതുക്കെ ഓടുക എന്നാണെങ്കിലോ, റൺ സ്ലോലി. റൺ വെർബാണ്, സ്ലോലി അവിടെ അഡ്വർബാണ്. ഇനി മലയാളത്തിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ചെറിയ സെൻറ്റൻസുകൾ തരാം. അതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യം അത് പോയി നോക്കരുത്. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഡിസ്ക്രിപ്ഷനിൽ പോയി ചെക്ക് ചെയ്യാം. ഉച്ചത്തിൽ സംസാരിക്കുക, പതുക്കെ നടക്കുക, ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക, മധുരമായി പാടുക. നമ്മൾ പറയില്ലേ, മധുരമായി പാട്ട് പാടുക. വേഗം എഴുതുക. ഇംഗ്ലീഷിൻ്റെ ബേസിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അഡ്ജക്റ്റീവ്, അഡ്വർബ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം, ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്നത്. അഡ്വർബ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണം, ഒരു ക്രിയയെ, ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. നിങ്ങൾ തരുന്ന സ്നേഹവും സപ്പോർട്ടുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം.
സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സി യു നെക്സ്റ്റ് ടൈം.